പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തൊരു കാര്യം നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഷാനവാസ് സാർ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. സാറ് ബുക്ക് സ്റ്റാളിൽ ചെല്ലുകയും അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ടെക്സ്റ്റ് 450 രൂപ വിലയുള്ളതാണെന്നും അത് വാങ്ങിയെന്നും പറഞ്ഞു. അപ്പോൾ അവിടെ സാറ് പറഞ്ഞുണ്ടോ, 450 രൂപ വിലയുള്ള ടെക്സ്റ്റ് വാങ്ങി. ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ 450 രൂപ വിലയുള്ള ടെക്സ്റ്റ് വിറ്റു. അപ്പോൾ കണ്ടോ, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഒരു ടെക്സ്റ്റ് ബുക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്താനേ പറ്റില്ല. അതേസമയം ഒരു ടെക്സ്റ്റ് ബുക്ക് 450 രൂപയാണ് വില എന്ന് പറഞ്ഞാൽ ആ 450 രൂപയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നാണ്യമൂല്യമുള്ള ഒരു ഇടപാട് അല്ലെങ്കിൽ സംഭവത്തെ മാത്രമേ നമുക്കൊരു ബിസിനസ് ട്രാൻസാക്ഷനായി കാണാൻ കഴിയുകയുള്ളൂ. അതുമാത്രമേ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താനും കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു അത് സെയിലാണെന്നും, സെയിൽ എന്ന് പറഞ്ഞാൽ റുപ്പീസ് എത്രയെന്നാണ് ചോദിക്കുന്നത്, അല്ല സെയിൽ എത്ര ബുക്ക് എന്നല്ല ചോദിക്കുന്നത്. എത്ര ബുക്ക് എന്ന് എഴുതിയാൽ നമുക്ക് കണക്കുകൾ ശരിയാവില്ല. അപ്പോൾ ബിസിനസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വ്യക്തിയാണെന്നും എനിക്ക് എൻ്റേതായ ചില തത്വങ്ങളുണ്ടെന്നും. ആ തത്വങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ പറഞ്ഞത്. സാധനങ്ങൾ വിൽക്കുമ്പോൾ അതിൻ്റെ എണ്ണം അല്ല അവിടെ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ അളവല്ല അവിടെ എഴുതേണ്ടത്, മറിച്ച് ആ സാധനത്തെ പണമൂല്യമാക്കി മാറ്റണം. പണം കൊണ്ടതിനെ അളന്ന് തിട്ടപ്പെടുത്തി എഴുതണം. അപ്പോൾ അവിടെ അളന്ന് തിട്ടപ്പെടുത്തി എഴുതിയ തുകയാണ് 450 രൂപ എന്ന് പറയുന്നത്. ഷാനവാസ് സാർ വീണ്ടും അവിടെ പ്രധാനപ്പെട്ട വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ ബുക്ക് സെല്ലർ വളരെ സന്തോഷത്തോടെ വളരെ സ്മാർട്ടായി ആ ഇടപാടുകാരോടെല്ലാം ഇടപെട്ടിരുന്നു എന്ന്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പിനെസ്സാണ്, സന്തോഷം. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് സ്മാർട്ടായി ഇടപെട്ടു എന്നാണ്. അപ്പോൾ വളരെ സ്മാർട്ടായി ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ വളരെ കാര്യക്ഷമതയോടെ അദ്ദേഹം ആൾക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ്. ഈ കാര്യക്ഷമത എന്ന് പറയുന്നത് ഒരു ഗുണമാണ്. അപ്പോൾ ആ ബുക്ക് സെല്ലറുടെ കാര്യക്ഷമത ഉള്ളത് കൊണ്ടാണ് ആ ബിസിനസ് അത്രയും പുരോഗമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുരോഗമിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമത. എന്നാൽ ഈ കാര്യക്ഷമത എന്ന ഗുണം നമുക്കൊരിക്കലും പണം കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. നമുക്ക് പറയാൻ കഴിയില്ല ആ ബിസിനസ് നടത്തിയ ആളിന് അല്ലെങ്കിൽ ആ ബുക്ക് സെല്ലർക്ക് 1,00,000 രൂപയുടെ കാര്യക്ഷമതയുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഗുണം എന്ന് വെച്ചാൽ ക്വാളിറ്റി കനോട്ട് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. സോ ഇറ്റ് കനോട്ട് ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇതാണ് സാറ് അന്ന് വളരെ കൃത്യമായും പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കെന്താണ്, ബിസിനസ്സിൻ്റെ ബുക്സിൽ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇവൻ്റ് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇവൻറ്റിനെ മണി കൊണ്ട് അളക്കാൻ കഴിയണം, മണി കൊണ്ട് മെഷർ ചെയ്യാൻ കഴിയണം. ഇപ്പോൾ മണി കൊണ്ട് മെഷർ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അത് എല്ലാ ആൾക്കാർക്കും മെഷർ ചെയ്യാൻ കഴിയണം. അതിന് ലോകത്ത് മൊത്തത്തിൽ തന്നെ അത് അംഗീകരിക്കുന്ന ഒരു തത്വമായി മാറണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തത്വത്തെ അല്ലെങ്കിൽ ആ ഒരു അസംഷനെ അല്ലെങ്കിൽ ആ കൺസെപ്റ്റിനെ നമ്മൾ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയും. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. മണി അറിയാം, പണം. മെഷർമെൻ്റ് എന്ന് പറയുന്നത് അളവ്. കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, അത് അസംഷനാണ്, ഒരു സാമാന്യ സങ്കല്പമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് പ്രിൻസിപ്പിളും, അടിസ്ഥാന തത്വമായിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, ആ ബുക്ക് സെല്ലർ ആ ഒരു ദിവസം 10 അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ടെക്സ്റ്റുകൾ വിറ്റു എങ്കിൽ 450 രൂപ വെച്ച് 10 എണ്ണത്തിന് 4500 രൂപയാണ്.
അപ്പോൾ കണ്ടോ അവിടെ പറഞ്ഞാണ്ടോ 10 അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ബുക്കുകൾ വിറ്റു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് രേഖപ്പെടുത്താനേ കഴിയില്ല. അത് എണ്ണം മാത്രമാണ്. അതിനെ നമ്മൾ എന്തിലോട്ടാണ് മാറ്റിയത്? പണം കൊണ്ടാണെന്ന് മാറ്റി, പണമൂല്യമുള്ളതാക്കി മാറ്റി. അപ്പോൾ പറഞ്ഞാണ്ടോ 10 എണ്ണമാണ്, പക്ഷേ ഒന്നിന് 450 രൂപയാണ്. 10 എണ്ണത്തിന് 4500 രൂപ. അപ്പോൾ അവിടെ സെയിൽ എന്ന് പറയുന്നത് 4500 രൂപയ്ക്ക് എന്നാണെങ്കിലേ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ പറ്റൂ. അതാണ് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. അതാണ് ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ്ങിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 പ്രിൻസിപ്പിൾസാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്ന് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.